എന്താ വാച്ച് റെഡിയാക്കി? ഹലോ കുട്ടു, ഹലോ കുട്ടു, അസ്സലാമു അലൈക്കും. അല്ല ചോട്ടു ഭായ്, വലൈക്കും സലാം. എന്തെല്ലാം വിശേഷം? ഞാൻ എത്ര നാളായി കണ്ടിട്ട്. ഞാൻ അടുത്തേക്കാ പോന്നേ? ഞാൻ കൊയിലാണ്ടി പോന്ന അന്ന് വരുന്ന. ഞാനില്ലേ? അല്ല, എന്റെ കാലിന് എന്തോ പ്രശ്നമുണ്ട് പോലുണ്ടല്ലോ. ആ ഒന്നും പറയണ്ട ചോട്ടു. അതെന്താ അങ്ങനത്തെ ഒരു വർത്താനോ? അത് അപ്പുറത്ത് ആപ്പിന്റെ പട്ടി ഓടിപ്പിച്ച്. ഞാൻ അയ്മൂട്ടിക്കാന തോട്ടത്തിലുണ്ട്. അയ്മൂട്ടിക്കാണ് ഇട്ട് പൊട്ടിച്ച്. അപ്പൊ പോയ കാല. അല്ല, ഇങ്ങനെ അടുത്തേക്ക് എങ്ങനെ ധൃതിയിൽ പോന്നേ? അത് പൊരലേക്ക് സാധനം പീടിയെ പോന്നെ. അല്ല ചോട്ടു, നിനിപ്പോ കാണില്ല. നീയിപ്പോ എവിടെയാ? ഞാനിപ്പോ കുന്നം കോളേജ് തീർന്ന്. അവിടുത്തെ അവസ്ഥ എന്താ? അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് തറേന്റെ മുകളിലാ കോളേജ്. അല്ല ചോട്ടു, ബാക്കി ലോട്ടിന്റെ മേലെ കോളേജ്. അതല്ല, ഒരു രസത്തിന് പറഞ്ഞാടോ, അവിടുത്തെ ഗ്രൗണ്ട് 2.5 കിലോമീറ്റർ ഉണ്ട്. 2.5 കിലോമീറ്ററോ? ഫുഡ് ഒന്നിനൊന്നാ. ഇന്ന് ചിക്കൻ ബിരിയാണെങ്കിൽ നാളെ മട്ടൻ ബിരിയാണി, നാളെ മട്ടൻ ബിരിയാണി, മറ്റന്നാള് ബീഫ് ബിരിയാണി. അത്രക്കും നല്ല ഫുഡ് അവിടുത്തെ. പിന്നെ രാത്രിയാണെങ്കിൽ ബ്രോസ്റ്റഡും കുബൂസും പൊറോട്ടയും അൽഫാമും. എന്നാ 5 സ്റ്റാർ ഹോട്ടലോ? അത് നമ്മളെ കോളേജ് തന്നെയാടോ. അല്ല, എനിക്കെന്തിനാ ഇതല്ലോ? അത് ഉമ്മയപ്പിയോ നമുക്കൊരു കോളേജ് നോക്കുന്നു. അല്ല കുട്ടി, നമുക്കൊരു ചായ അടിക്കാൻ പോയാലോ? അതിനിപ്പോ എന്താ? എൻ്റെ അടുത്ത് പൈസ ഉണ്ടാ? പൈസ ഇല്ലാത്തോണ്ട് എന്റെ അടുത്ത് ചോദിച്ചേ. എൻ്റെ അടുത്ത് പാല് വാങ്ങാനുള്ള 20 റുപ്യ എന്നാണ്? 2 റുപ്യ ഉണ്ട്. 22 റുപ്യ. നമുക്ക് പോവാ. ആ പൈസ കൊണ്ടാ. അല്ല കുട്ടു, നമ്മൾ ഏത് കടയിലാ പോവാ? സുലൈമാന്റെ ചായക്കട. അതേതാ സുലൈമാൻ? അവന്റെ പ്രത്യേകത എന്താ? അവിടുത്തെ ഫുഡ് റബ്ബർ പോലത്തെ പൊറാട്ടയും ഷവായ അങ്ങനത്തെ എന്തെങ്കിലും? അതൊന്നുമല്ല, വെള്ളം പോലത്തെ ചിക്കൻ കറി. വെള്ളം പോലത്തെ ചിക്കൻ കറി തിന്നാൻ പോവാ? ഞാനില്ലേ വെള്ളം പോലത്തെ ചിക്കൻ കറി റബ്ബർ പോലത്തെ പൊറോട്ട നിന്ന് നല്ല ടേസ്റ്റാ. നമുക്ക് അപ്പേ തോന്നിക്ക് ടേസ്റ്റ് ഉണ്ടാവും ഇനി പറയുന്നു. ഇനി വരുന്നില്ലല്ലോ. കുട്ടു പോയാ? എന്നാ ഞാൻ വേഗം പോട്ടെ. ഓൻ്റെ 20 റുപ്യ, എൻ്റെ 2 റുപ്യ. റബ്ബറായാലും ഇല്ല, കുബ്ബറായാലും ഞാൻ പോട്ടെ. ആവേശകരമായ ജൂനിയർ വിഭാഗം സംഭാഷണ മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട്, കോൾ ലെറ്റർ ബി ഓൺ ദി സ്റ്റേജ്. ആസിഫല്ല നടക്കുന്നത്. ആസിഫ, അസ്സലാമലൈക്കും. അല്ല, ഇനിയിപ്പോ എന്താ ഇവിടെ? ഇന്റർവ്യൂക്ക് അല്ലാതെ തക്കാരത്തെ ഇവിടെ നിക്കോ? ഈ കോളത്തിലോ? കണ്ടപ്പോ ഞാൻ വിചാരിച്ചു തക്കാളത്തിനായിരിക്കും. ഈ കോളത്തിൽ ഇന്റർവ്യൂ ഇതം കേറിച്ചല്ലേ, ഇപ്പൊ കിട്ടും ഇന്റർവ്യൂ. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിക്കല്ലേ ഉള്ളൂ. ഞാൻ എന്തിനാ അങ്ങോട്ട് കേറി ചെല്ലുന്നേ? അവിടെ ചായ കഴിഞ്ഞ് കൊടുക്കില്ലല്ലോ. എല്ലാ ചങ്ങായി, ഏതായാലും ഇങ്ങോട്ട് വന്നതല്ലേ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കോളത്തിൽ വന്നൂടെ? മാത്രമല്ല, ഈ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ കോളേജിലേക്ക് എനിക്ക് എങ്ങനെയാ ഈ കോളത്തിൽ ഇന്റർവ്യൂ ചെയ്ത് വരാൻ തോന്നിയത്? 10 വർഷത്തിന്റെ കുട്ടികളെ ഇന്റർവ്യൂ എഴുതാൻ കയറി ചെന്നാൽ എനിക്ക് ഇന്റർവ്യൂക്ക് കിട്ടും തോന്നുന്നുണ്ടോ? പിന്നെന്താ, അതൊക്കെ ആദ്യം മനസ്സിലാക്കി ഞാൻ ഇന്റർവ്യൂ തോന്നുന്നത്. അല്ല ചങ്ങായി, ഓലമാതിരി ടഫ് ക്വസ്റ്റ്യനാ ചോദിക്കുന്നേ. അത്രക്ക് വേണോ? അത്ര തോന്നിക്കില്ലല്ലോ. പിന്നെന്താ, ഓലി അമേരിക്കൻ പ്രസിഡന്റ് അല്ല ചോദിക്കുന്നേ. അങ്കന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ അറിയില്ല. അപ്പല്ലേ അമേരിക്കൻ പ്രസിഡന്റ്. അതിന് ഇന്റർവ്യൂ ആകുമ്പോളെ അതൊക്കെ നോക്കി പോണം. അല്ലാണ്ട് ഫാഷൻ ഷോന് പോകുന്ന പിള്ളേര് അതൊന്നും കിട്ടൂല. ചങ്ങായി, ഓൾക്ക് ഇന്ത്യയിലെ പ്രസിഡന്റ് ചോദിച്ച പോലെയാ. ഇന്ത്യൻ പ്രസിഡന്റ് ആരാ? നമ്മളെ മോദി. നല്ല ആളാ. ഇതിന്റെ പ്രധാനമന്ത്രി മോദി, ഇതിന്റെ പ്രസിഡന്റ് ദ്രൗപദി മുർമു. അതൊക്കെ ആദ്യം അറിയാം. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. അതെനിക്ക് മനസ്സിലായി. അല്ല വല്ല നടക്കോ? ആര് നടക്കുമെന്ന് ഇന്റർവ്യൂ കിട്ടോ? ആദ്യം കിട്ടും. അല്ല ചങ്ങായി, എനിക്കിവിടെ പഠിച്ചിട്ട് ആരാണ് ആഗ്രഹം? നമുക്ക് വലിയ ബിസിനസ്മാനാണ്. കയ്യിലൊരു വാച്ചും 10-15 ഡ്രസ്സും അമ്പാനട്ട് പോലെയോ എന്നിട്ട് ചെത്തി നടക്കണം. ഇതെന്നാ ബിസിനസ് കോളേജോ? അല്ലല്ലോ. റാഫി അറിയോ?
ഓല് പഠിച്ച കോളേജ് അത് ഓലോട് പഠിച്ച് വലിയ വലിയ കോളേജ് പഠിപ്പിക്കുന്ന നമുക്കതൊക്കെ ആഗ്രഹം. നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ പട്ട് ഒരു പട്ടില്ല അല്ല അതേത് കാർ ഇങ്ങനെ ലോണടിച്ച് ചോദിപ്പിക്കുന്നേ? അതെന്റെ ഉപ്പിയ. നമുക്ക് കുറച്ച് തിരക്കുണ്ട്. എല്ലാവരും തീരുമാനം എന്താ? എന്നാ മണ്ണാടി നല്ല ആഫ്ലാക്കാൻ ആമീൻ. അലൈക്കും സലാം. Code letter C on the stage. അസ്സലാമലൈക്കും. ആടാ സെം ടു കോൺറൈറ്റ്. എന്ത് പറയാ? എന്ത് പച്ചാളിയാ പെണ്ണ് തേച്ചോണ്ട് പോയോ? അതൊന്നല്ല, സീനാണ് അളിയ. അത് 8ന്റെ പണിയാണ് അളിയ. വാപ്പ എന്നെ കാട്ടിലിട്ടിട്ട് പോയി. ആ കൊള്ള നിന്നെ കാട്ടിലിട്ട് പോയോ? അത് നല്ല വിച്ചന്നെ കാര്യം. പോടാ മരപ്പായ. വാപ്പ എന്നെയും കോളേജിൽ ഇട്ടിട്ട് പോയി. എന്റെ ഒരു പറയാൻ വന്നതാണ്. എന്നെയും കോളേജിൽ കൊണ്ടാക്കി. നിന്നെയും കൊണ്ടാക്കി? അതേത് കോളേജ്? അവിടെ ഇന്റർവ്യൂക്ക് വന്നിരുന്നു ഞാൻ. പോടാ പോടാ, ഞാൻ പൊട്ടാണ്. അതൊന്നല്ല, അവിടെ കുറെ താടിക്കാരന്മാരായ ഉസ്താദ്മാരുള്ളത് കൊണ്ട്. എനിക്ക് അവരെ കാണുമ്പോൾ തന്നെ പേടിയാ. അതിനാരും പിടിച്ചിട്ട് വീങ്ങിട്ടൊന്നുമില്ലല്ലോ. അതിന് നമ്മുടെ നാട്ടിൽ ഉസ്താദ്മാര് ഇതൊക്കെ കുട്ടികൾ തൂഫാകാനോ? അതെന്ത് സാധനം? പൊട്ടത്തരം പറയുന്നു. ഓ അങ്ങനെ പറ. ഇവിടെ പഠിക്കാൻ വന്നിട്ട് സുഖിച്ച് നടന്നാൽ മതിയോ? നിന്റെ പഠിത്തം എങ്ങനെ പോകുന്നു? ഓ നീയോ? അതെന്താ വേറെ ആരുമില്ല പഠിക്കാൻ? എന്നാൽ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ ബുദ്ധിയുണ്ട് എന്ന് നോക്കാലോ. കുളിക്ക് എത്ര ഷർട്ടാ? എടാ നിന്റെ ഷർട്ട് നിക്കറല്ല ചോദിച്ച, കുളിന്റെ ഷർട്ടാ. കുളിക്ക് 4 ഷർട്ടാ. നിന്റെ കാര്യം കഷ്ടം തന്നെ. എന്റെ ഒപ്പം മദ്രസയിൽ പഠിച്ച് ഇപ്പോഴും അവിടെ നിന്ന് പഠിച്ച് നീ ഇങ്ങനെ തന്നെ അൽഫാം തിന്ന് നടന്നു. നീ വല്ല വീമ്പുമൊന്നും ഇളക്കേണ്ട. നീ കോപ്പി അടിച്ചതാണെന്ന് എനിക്കറിയാം. നിന്റെ വീമ്പ് ഇളകി ഉത്തരം കേട്ടപ്പോൾ തന്നെ ഓടി അളിയാ. എവിടുന്ന്? അങ്ങാടിത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ? ഇൽഹാമിൽ നിന്ന് എനിക്ക് നല്ല ചൂട് വെന്ത് ഉരുക്കി അൽഫാം കിട്ടും. എന്തിനാ? അൽഫാമിലല്ല പഠിക്കാനോ? ഇൽഹാമിൽ പോയി പഠിച്ച് ഉണ്ടാക്ക്. എന്നാൽ നീയും ദ്വാരക്ക് എനിക്ക് നിന്നെ പോലെ വലിയ ഉസ്താദാവാം. വാലൈക്കും സലാം. Next code letter D on the stage. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കൈതാട്ടടോ. എന്തെല്ലാം വിശേഷങ്ങള്? എന്തെല്ലാം വർത്തമാനങ്ങൾ? എങ്ങനെ പോകുന്നു? സുഖം തന്നെ ചോദിച്ചേ. അൽഹംദുലില്ലാ എന്ന് പറയണോ? ഒന്ന് പോടാ, അതൊക്കെ ഔട്ടായി. അൽഹംദുലില്ലാ ഹൈറായി പോകുന്നു ഹബീബേ. കയറായി പോകുന്ന എന്താ പശു? ഓ കയറായി പോകുന്നല്ല, ഹൈറായി പോകുന്നു എന്ന് ചോദിച്ചാൽ നല്ലതായി പോകുന്നു. അറബിക്കാരൻ വന്നിക്കണി. ഞാൻ സുലൈമാൻ വരെയാണ്, എന്നോട് ഹബീബ് ഒന്നല്ല. എടോ ഹബീബ് എന്ന് ചോദിച്ചാൽ സ്നേഹിതൻ എന്നർത്ഥം. ഈ അറബിയിൽ എവിടെ പഠിച്ചേ? കുറെ നാൾക്ക് ശേഷം കാണാൻ കിട്ടി. ഞാനൊരു ദിവസം പഠിക്കാൻ പോയി. ഓ മൈ ഗോഡ്. അതേടാ ഞാൻ തന്നെ ഒന്ന് നന്നാകാൻ തീരുമാനിച്ചു. ഞാൻ നിസ്കരിക്കാനൊക്കെ പഠിച്ചു.
ഹലോ ഒന്ന് നിർത്തി പോകുമ്പോ എടാ ഇച്ച ആരോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? അന്റെ ഉമ്മാനോടാണോ? അതെ അതെ നിസ്കരിക്കാൻ അലാറം വിളിച്ചോണ്ട് അതിന്റെ നല്ല വേണ്ടിട്ടല്ലേ? ഈ നിസ്കരിക്കാൻ വേണ്ടിട്ടല്ലോ. നിസ്കരിക്കാൻ നമുക്കറിയാം. എന്നാ ഞാൻ സുബി നിസ്കരിച്ചിക്കാം. സുബി എന്നാ സുബി നിസ്കാരോ രാവിലെ നിസ്കരിക്കുന്നേ? ആ നിസ്കരിച്ചിക്ക്. ഞാൻ സുബി എത്ര കഥാ? 5, 10, 15 അതിന് ഏതെങ്കിലും ഒന്നായിരിക്കും. 5, 10 ഇഞ്ഞെന്താ ലേലം വിളിക്കുന്നതാണോ? 5, 10 ഒന്നും ഇല്ല. സുബീനാകെ 2 റക്കാത്തുള്ളൂ. നിസ്കരിച്ചാൻ വെറുതെ പറഞ്ഞ അപ്പൊ നിങ്ങൾക്ക് 2 മാത്രമേ ഉള്ളൂ, 5, 10 ഒന്നുമില്ല. നിസ്കരിക്കുന്ന എണ്ണം കൂടെ അടിച്ചല്ല, അള്ളാനെ വേണ്ടിട്ടാ. അള്ള തീരുമാനിക്കും എത്ര റക്കാത്താണ്. അതൊന്നും നമുക്ക് അറിയാത്തോണ്ട് കുഴപ്പമില്ല. ആ പള്ളി പോവാൻ ടൈമായി. ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇങ്ങനെ സലാം പറഞ്ഞേ, ഞാൻ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. Next code letter E. Second last code letter E on this stage. ജൂനിയർ വിഭാഗം കോൺവെർസേഷൻ മത്സരം കഴിഞ്ഞയുടൻ വേദിയിൽ ജൂനിയർ വിഭാഗം ഗ്രൂപ്പ് സോങ് മത്സരം ആരംഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ കോൾ ലെറ്റർ സ്വീകരിക്കേണ്ടതാണ്. വലൈക്കും അസ്സലാം. എന്തൊക്കെയാ സുഖല്ലേ? സുഖം തന്നെ. ഇനിയിപ്പോ കാണാൻ കിട്ടും. എന്നെ പോക്ക് എന്തിനാടാ പീടികയിൽ പോന്നെ? മര്യാദക്ക് ഇവിടെ കിടന്ന് പഠിച്ചൂടെ? എന്റെ പേരറിയോ? കുഞ്ഞൂസ. നോ നോ, കുഞ്ഞു മൂസയല്ല, കുഞ്ഞു മൂസയാണ്. ഇനി പേര് മാറ്റി. എനിക്ക് വരാറത്തിന്റെ വേനെടുക്ക് നോക്കിയൊക്കെ എന്തുണ്ടോ നോക്കടോ. ഇല്ല നോക്കൂല. നോക്കടോ. ആ നോക്കി. ഇത് പോകാൻ എന്താ വഴി എടുത്തുണ്ടോ? എന്നാ മിന്നാന്ന് നമ്മള് ഷെഫീഖിന് ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിക്കേന്. എപ്പോ മുന്നേ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഒരു സാധനം നമുക്ക് ഞാൻ പെടുത്താൻ ചേരാ. ആ ഇതാ ഈ സാധനം. ഇത് എവിടെ നോക്കിയാലും എല്ലാരും ചെവിയിൽ ഈ കുന്ത്രാണുണ്ടാവും. പൊട്ട ഇത് ചെവിതോണ്ട് ബ്ലൂ ട്രൗസറോ? ഞാൻ റെഡ് ട്രൗസർ ഇട്ടെ. ഇത് ബ്ലൂടൂത്ത്. ഓരോന്ന് വന്നോളൂ. പൊട്ടതിന്റെ അബുദാബി നൽകിയ സാധനമൊന്നല്ല. ഇടുന്ന സാധനം മേത്തി ചാടി കളിക്കുന്നേ. ചാടി കളിക്കണ്ടേ? ഇതിനെ കൊടുത്തത് പോരോ? ഇതുകൊണ്ട് അപ്പൊ എനിക്ക് തരുന്നില്ല. രാത്രി കറണ്ട് ഒന്നും കത്തിക്കാണ്ട്. പൊട്ടതിന്റെ പോരയില് കുഴപ്പമൊന്നല്ല. ഒരോട് പറയും കത്തിക്കാൻ പറ്റും, പിന്നെ പറയും കത്തിക്കാൻ പറ്റും. എന്താന്ന് ഉറപ്പിക്കും. ഇത് ചെറിയ ചെറിയ ലൈറ്റ് ഒക്കെ നോക്കൊക്കെ തരുവന്നേ. സംഭവം നോക്കിയാ വല്ല എഞ്ചിനീയർ എനിക്ക് ഷെഫീഖിന്റെ കാര്യം എന്താ അറിയോ? ആരും വായിക്കില്ല. ഇപ്പൊ മീനങ്ങാടി ജനിച്ചത് 4 നേരം നിലാവ് വെച്ചിട്ട് പോനപ്പോൾ ഇവിടെ ദർശ പഠിച്ചിട്ട് 6 മാസമായി. അവിടെ തിന്നാൻ കിട്ടുമോ? പിന്നല്ലാതെ മന്തി എല്ലാം കിട്ടും. കുറെ നേരമല്ലേ മേത്ത് ചാടി കളിക്കുന്നത്. അവിടെ മേത്ത് ചാടി കളിക്കാൻ അവിടെ പുട്ട് കിട്ടും. പിന്നല്ലാതെ രാവിലെ 8 കാലം ദേശീയ ഭക്ഷണം കടല. എന്തൊക്കെയാ സുഖല്ലേ? സുഖം തന്നെ. ശരി ശരി ഒരു മിനിറ്റ്. ഹലോ ഞാനിപ്പോ വരാം. ഒറ്റ മിനിറ്റ്. ആ ശരി ഓക്കെ. ഇല്ല
ആ ആരെ പറഞ്ഞ കല്യാണം ഷെഫീഖിന്റെ ആ അതാ വരുന്നത് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും Final code letter F on this stage. ഞാൻ 10 മണിക്ക് തന്നെ എത്തുട്ടോ. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം യാ ഹബീബി. أنت flight in Wayanad أين إن كنت flight in Wayanad 9:30 മലയാളിയാണല്ലേ റബ്ബേ എങ്ങനെ മനസ്സിലായത്? എന്റെ അറബി കേട്ടപ്പോൾ മനസ്സിലായി. അല്ല ഈ എവിടുന്ന് അറബി പഠിച്ചേ? കുറച്ച് തള്ള അത് ഞാൻ ഓട്ടോമാറ്റിക് പഠിച്ചതാ. അതെങ്ങനെ? തള്ളി കുടുങ്ങിയ വിഷയം മാറ്റാ. അല്ല ഈ എന്താ ഇവിടെ? അല്ല ഈ മറ്റേ സുക്കൂറല്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലായി. എടാ പൊട്ടാ, ഞാൻ മറ്റേ അയ്യൂട്ടിയാണ്. അയ്മുട്ടിയാ ഇഞ്ഞെവിടെ? ഞാനെന്നെ ഇവിടെ ഇമാമൊക്കെ ചടിച്ചിട്ട് വന്നതേ. നല്ല ആളെ അറിയോ? ഓ അതെന്ത് ചോദ്യാ? ഞാൻ മക്കത്തെ ഇമാമെന്ന ആളാ. നീ എന്നോട് ചോദിക്കുന്ന അറിയോന്ന്? ഞാൻ ആരോട് ചോദ്യം ചോദിക്കട്ടെ? അത് പിന്നെ ഒരത് പിന്നെ ഇല്ല. നീ വക്കത്തുള്ള ഇമാമൊന്നുമല്ല. നമ്മളൊന്ന് ആദ്യം ചെയ്യണ്ടേ? അത് മറ്റേ മുറുക്കിന്റെ വാള് വാങ്ങാൻ. മുറുക്കിയ അതാരാ മുറുക്കി? അത് മറ്റേ ബാങ്ക് കൊടുക്കുന്ന ആള്. അത് മുറുക്കിയല്ല മുങ്കിരിയാടാ. ഓ സോറി മുറുക്കിയല്ല ഇല്ലേ, മുങ്കിരി ഇല്ലേ? ഞങ്ങളുടെ നാട്ടിലെ കാര്യം ബാങ്ക് കൊടുക്കണം. നിങ്ങളുടെ നാട്ടിലെ കാര്യം മുങ്കിരിന്റെ കയ്യിൽ നിന്ന് വാള് വാങ്ങി കൈ പിടിക്കാനല്ലേ? അല്ല ഈ എന്നെ വലിയ പറഞ്ഞതാണോ? എന്താ എന്താ തള്ളി വിട അല്ലേ? വേണ്ട, നേരത്തെ തള്ളിയിട്ട് കുടുങ്ങി. എന്താ വിചാരിച്ചിക്കണേ? അത് ബിസിനസിനായും ചിന്തിച്ചാ. ബിസിനസ് ഒക്കെ ഓക്കെ. അല്ല അതിലെന്താ മെയിൻ പരിപാടി? ശരിക്കത്തെ പണവരണ ടോക്കി കൊല്ലും. അതിപ്പോ വേണ്ട, വെറുതെ പറയാ. എടാ അവിടെ വലുതായിട്ടൊന്നും ഇല്ല, ചെറിയ പണി. ചെറിയ പണിയൊന്ന് വേഗം പറയുവോ? ചെറുതായിട്ട് കണക്ക് നോക്കല. നല്ല ആളെയാ കൗണ്ടറിൽ എത്തിയ. കണക്കറിയടാ പൊട്ട. പിന്നെ ഇല്ലാണ്ട് 1 1 11 2 2 22 3 3 33. ബാക്കി ഞാൻ പറഞ്ഞു നിങ്ങളതൊക്കെ പഠിച്ചടിക്കുന്നത്. ഞാൻ കണക്കിന്റെ 2 ഡിക്ഷണറി ഉണ്ടാക്കി. അല്ല അതാരെന്നിട്ട് വാങ്ങിയിരിക്കുക? ആരും വാങ്ങിക്കില്ല. സമാധാനം. എന്താ ഗണിതത്തിന് മുക്കര നഷ്ടം. അല്ല നമ്മളെന്തോ പറഞ്ഞല്ലോ. ഓട്ടോമാറ്റിക്. റബ്ബേ കുടുങ്ങി. ഇനിയിപ്പോ അടുത്ത വിഷയം മാറ്റേണ്ട സമയക്ക്. എന്റെ പങ്ക് അമേരിക്കയില. ജിബാക്ക് ഇംഗ്ലീഷ് അറിയാവാ? ഓ ഇംഗ്ലീഷ് അറിയോ? എന്ത് ചോദ്യാ? ജിബാക്കവിടെ ഫ്രണ്ട്സ് ഉണ്ടാവാ? ഓ നല്ല ചോദ്യം. എന്റെ പല കൂട്ടുകാരാ പോകുന്നത് സായിപ്പന്മാരും. ഇനി രാവിലെ തിന്ന് അത് 2 പുട്ടും 4 കയ്യില് കടലക്കറി. തോന്നി ഞാൻ വർത്തമാനം കേട്ടായിരുന്നു. അല്ലാണ്ട് വയറിളകുന്നുണ്ട്. ഞാൻ പോട്ടെ. വലൈക്കും സലാം. പോയ നന്നായി. അല്ല ഇപ്പം ഭൂമി ഒരുങ്ങാനും.